ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെ, എങ്കിലും എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഞാൻ ചിക്കൻ വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ ക്ലീൻ ചെയ്തത്, ഒണിയൻ 4 എണ്ണം വലുത്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മുളക് പൊടി കശ്മീരി ചില്ലി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടി 1/2 ടീസ്പൂൺ, 3 ഏലയ്ക്ക, 2 കഷ്ണം കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, കുരുമുളക്, പിന്നെ കടുക്, തക്കാളി 2 എണ്ണം, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കുരുമുളക്, പട്ട, ഗ്രാമ്പു, ചതച്ച ഏലയ്ക്ക, തക്കോല. ഇത് ആദ്യമേ ചേർത്ത് മസാല കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. 2 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. സ്പൈസസ് ഒന്ന് മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് 2 ടേബിൾ സ്പൂൺ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒരു ചെറുതീയിൽ 2 മിനിറ്റ്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഉള്ളി അരിഞ്ഞു വെച്ച് സവാളയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി ഉള്ളി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം നമുക്ക് ഒരു പാൻ വെച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിത് സെപ്പറേറ്റ് ആണ് മൂപ്പിച്ചെടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. 3 മിനിറ്റോളം ചെറുതീയിൽ നമ്മൾ ഈ മുളകും മല്ലിയും നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. പണ്ട് അമ്മമാരൊക്കെ കല്ലിൽ അരച്ചുണ്ടാക്കിയിരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ചേർത്ത് കുതിർത്ത് വയ്ക്കുന്നത്. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി മസാലകൾ, മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന മൂപ്പിച്ച മസാല അതും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം. മുളകും മല്ലിയും നമ്മൾ ഓൾറെഡി മൂപ്പിച്ചതായതുകൊണ്ട് അധിക സമയം ഇതിൽ കിടന്ന് മൂക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു. ബാക്കി ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും മസാല എത്തിയെന്ന് ഉറപ്പുവരുത്തുക. മസാല എല്ലായിടത്തും ആയി ഇതൊന്ന് ഒതുക്കി അടപ്പ് വെച്ച് അടയ്ക്കുക. ഈ ചിക്കൻ കറിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ വെക്കുന്നത്. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷേ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചിടാതെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. മുളകിൻ്റെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരൽപ്പം കുരുമുളക് കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരൽപ്പം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഒരൽപ്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ലാസ്റ്റിൽ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇതുകൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി നമ്മൾ കറി വാങ്ങുകയാണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടല്ലോ. നമ്മളതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പത്തിനും ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.